ഇന്നും ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു വെറൈറ്റി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എന്ത് ജ്യൂസാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് ബനാന സിറപ്പ്. ഇത് വെച്ചാണ് ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഈ ജ്യൂസ്, അതായത് ഈ സിറപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണാം. നമ്മുടെ വീടുകളിൽ സാധാരണ പഴം ഒന്നായിട്ട് പഴുക്കും. ഒരു വാഴക്കൊല ഒന്നായിട്ട് പഴുത്താൽ എന്ത് ചെയ്യും എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ഇതാ ഈ പഴം കുറച്ച് എടുത്താണ് സിറപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് പാളയൻ കോടൻ പഴമാണ്. ഇതാണ് നല്ലത്. ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ വേണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ പഴമെല്ലാം അരിഞ്ഞെടുത്തു. അടുത്തതായിട്ട് പഴം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ പഴമെടുത്ത് പഴത്തിൻ്റെ നികക്കെ, അതായത് മീതെ വരാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. പഴം ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ ഉടച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ആ പഴം നമുക്കൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തു. രണ്ടാമത് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റാം. നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം.
ഇപ്പോൾ തന്നെ നമ്മുടെ ജ്യൂസിൻ്റെ കളർ ഒരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് മാറി വരുന്നുണ്ട്. പാളയംകോട് പഴത്തിനാണ് ഇതുപോലെ കളർ വരികയുള്ളൂ. ചെറിയ പുളിയും മധുരവും ഉള്ളതാണല്ലോ ഈ പഴത്തിന്. കുറച്ചുകൂടി പിങ്ക് കളറിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. സിറപ്പായി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സിറപ്പിന് കുറച്ചുകൂടി പിങ്ക് കളറിലേക്ക് മാറി വരും. ഇനി ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കോരി ഒഴിക്കുമ്പോൾ സ്പൂണിൽ നിന്ന് മുറിഞ്ഞു മുറിഞ്ഞ് ചാടുന്ന പാകമാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറി വരുമ്പോൾ ഇത് ഒരു കുപ്പിയിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി ഇതുകൊണ്ട് ഒരു ജ്യൂസ് എടുത്താലോ? അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.